ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാഗ്നിഫിക്ക. ഇന്ന് നമ്മൾ പറയുന്നത് ഡയബിൾ ഫാബ്രിക്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, അതായത് കുർത്തീസ് ആയിക്കോട്ടെ, സാരീസ് ആയിക്കോട്ടെ, ഏത് ഡ്രസ്സസിലും നമ്മൾ ഡയബിൾ ഫാബ്രിക്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, നമ്മളിത് എപ്പോഴും യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. അതായത് ഒക്കേഷണലി യൂസ് ചെയ്യുക, ഫങ്ഷൻ വെയർ ആയിട്ട് മാത്രം യൂസ് ചെയ്യുക. കാരണം ഇതിന് കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കേണ്ടത് കുറച്ചുകൂടി അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതേപോലെ തന്നെ ഹാൻഡ് വാഷ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ കുത്തിപ്പിഴിഞ്ഞ് നമ്മൾ സാധാരണ ഡ്രസ്സൊക്കെ ചെയ്യുന്ന പോലെ ഹാൻഡ് വാഷ് ചെയ്യാതിരിക്കുക. പകരം നല്ലൊരു ഡ്രൈ ക്ലീനിങ് സെൻറ്ററിൽ കൊടുക്കുക. അതുമാത്രമല്ല, നമ്മൾ കറകളൊക്കെ ആവാതിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം കറകളൊക്കെ ആവുമ്പോൾ കറ കളയാനുള്ള എന്തെങ്കിലും പ്രോഡക്റ്റ്സ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഡയബിൾ ഫാബ്രിക് ആവുമ്പോൾ അതിൻ്റെ കളറിനെ കൂടെ ബാധിക്കും. അതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മൾ മാക്സിമം കെയർ കൊടുക്കുക. പാർട്ടീസിലും നമ്മൾ എന്തെങ്കിലും ഫങ്ഷൻസിനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ കെയർ ചെയ്തിട്ട് മാത്രം ആ ഡ്രസ്സസ് യൂസ് ചെയ്യുക. പിന്നെ ഹാൻഡ് വാഷ് ചെയ്യാൻ പാടില്ല, അത് രണ്ടാമത്തെ കാര്യം. പിന്നെ വേണ്ടത് ഡ്രൈ ക്ലീനിങ് സെൻറ്റേഴ്സിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത് കൂടാതെ ഡ്രൈ ക്ലീനിങ് സെൻറ്റേഴ്സിൽ ഇപ്പോൾ സാധാരണ ഡ്രൈ ക്ലീനിങ് സെൻറ്റേഴ്സ് ഉണ്ട്, അതുപോലെ സ്റ്റീം അയൺ യൂസ് ചെയ്യുന്ന ഡ്രൈ ക്ലീനിങ് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിലും നമ്മൾ അയൺ ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റീം അയൺ യൂസ് ചെയ്യുക. അടുത്തത് മെയിനായിട്ടുള്ള കാര്യം, നമ്മളുടെ വിയർപ്പ് ആവാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് ഇതുപോലെ അണ്ടർ ആംസിൽ വെക്കുന്ന സ്വെറ്റ് പാഡ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ മാക്സിമം നമ്മൾ അത് യൂസ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സ്വെറ്റ് ആവാതിരിക്കും. അതോടൊപ്പം തന്നെ അവിടുത്തെ കളറ് നമുക്ക് കുറച്ചുകൂടി പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റും. കാരണം എപ്പോഴും നമുക്ക് സ്വെറ്റ് ആകുമ്പോൾ കളറ് ബ്ലീഡ് ചെയ്യില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ചിലപ്പോൾ കളർ ബ്ലീഡിങ് ഉണ്ടാവാം. അതുകൊണ്ടാണ് സ്വെറ്റ് പാഡ്സ് യൂസ് ചെയ്യാൻ പറയുന്നത്. അത് കൂടാതെ എപ്പോഴും നമ്മൾ കുറച്ച് നേരമൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ നമ്മൾ എപ്പോഴും ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ വെയിലില്ലാത്ത സ്ഥലത്ത്, അതായത് തണലത്തിട്ടിട്ട് നമുക്ക് അത് കുറച്ച് നേരം ഉണക്കിയെടുക്കാം. അതിൻ്റെ വിയർപ്പ് സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകുന്നവരെ നമുക്കൊന്ന് ഉണക്കിയെടുക്കാം. അതല്ലെങ്കിൽ ഒരു 24 hours നിങ്ങൾക്ക് AC ചുവട്ടിൽ ഇടാൻ പറ്റുകയാണെങ്കിൽ, AC റൂമിൽ ഇടാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് സ്റ്റീം അയൺ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ നിങ്ങൾക്ക് ഫാബ്രിക്സ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരും അതുപോലെ റീസെൽ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതാണ്. അതുപോലെ ഈ ചാനലിലെ മറ്റ് വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കുക. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്